ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 60. ഗോപീവസ്ത്രാപഹരണം. മദനാതുരചേതസോന്വഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈഗതീം തരളാക്ഷോ ഗിരിജാസമാർച്ചിജൻ. മന്മഥനാൽ പീഡിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും തരളഗാത്രികളുമായ ആ ഗോപവനിതകൾ അങ്ങയുടെ ചരണദാസ്യം ആഗ്രഹിക്കുകയും അത് സിദ്ധിക്കുവാൻ വേണ്ടി യമുനാതടത്തിൽ വെച്ച് മണലുകൊണ്ട് നിർമ്മിച്ച പാർവതി വിഗ്രഹത്തെ പൂജിക്കുകയും ചെയ്തു. തവ നാമഗദാരദാ സമം സുദൃശ പ്രാതരുപാഗദാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. അങ്ങയുടെ നാമങ്ങളും കഥകളും ആലപിക്കുന്നതിൽ നിമഗ്നകളായ ആ സുന്ദരീമണികൾ ഒത്തുചേർന്ന് ദിവസവും പ്രഭാതത്തിൽ നദീതടത്തിൽ വരികയും നന്ദപുത്രനായ കൃഷ്ണൻ തങ്ങൾക്ക് ഭർത്താവായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഉപഹാരവസ്തുക്കളാൽ ഗൗരിയെ പൂജിക്കുകയും ചെയ്തു. ഇതി മാസമുപാഹിതവ്രതാസ്ഥരളാക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദനുഗ്രഹേച്ഛയാ. ഈ രീതിയിൽ ഒരു മാസത്തെ വ്രതം ആചരിച്ച് ആ തരളനേത്രമാരെ കണ്ട് അങ്ങ് അവരിൽ കൃപാർദ്രനാകുകയും അവരെ അനുഗ്രഹിക്കുവാൻ നിശ്ചയിച്ച് യമുനാതടത്തിലേക്ക് പോവുകയും ചെയ്തു. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാജലഖേലനാകുലാ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. വ്രതാവസാനത്തിൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിൽ വെച്ച് യമുനാജലത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന അവർ അങ്ങയെ കണ്ട് സംഭ്രമവും ലജ്ജയും പൂണ്ടവരായി തീർന്നു. ത്രപയാനഭിദാനന സ്വധോ വനിതാ സ്വാംബരജാലമന്ദികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടവം ത്വം തരസാതിരൂഢവാൻ. ഗോപനാരിമാർ ലജ്ജാവിവശരായി മുഖം കുനിച്ചു നിൽക്കെ കരയിൽ വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് അങ്ങ് വേഗത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ കയറിയിരുന്നു. ഇഹ താവതുപേത്യ നീയതാം വസനം വാസുദൃശോ യഥായഥം ഇതി നർമ്മ മൃദുസ്മിതേ ത്വയി ഭ്രുവതി വ്യാമുമുഹേ വധൂജനൈ. ഹേ സുന്ദരിമാരെ, ഇവിടം വരെ വന്ന് അവരവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോകുവിൻ എന്ന് നർമ്മം നിറഞ്ഞ മൃദുസ്മേരത്താൽ അങ്ങ് പറഞ്ഞപ്പോൾ ആ സ്ത്രീകൾ ലജ്ജയാലും മോഹത്താലും കൂടുതൽ വിവശകളായി. അയി ജീവചിരം കിശോരന സ്തവദാസീരവശീകരോഷികിം പ്രതിശാംബരമംബുജേക്ഷണേ ദ്യുതിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. ഹേ പ്രിയപ്പെട്ട ബാലക, ദീർഘായുഷ്മാനായിരിക്കുക. അങ്ങയുടെ ദാസികളായ ഞങ്ങളെ എന്തിന് അവശകളാക്കുന്നു? ഹേ താമരക്കണ്ണ, വസ്ത്രം മടക്കിത്തരൂ എന്നവർ പറഞ്ഞപ്പോൾ അങ്ങ് പുഞ്ചിരി മാത്രം അവർക്ക് ദാനം ചെയ്തു. അതിരുഹ്യതടങ്കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർനിരീക്ഷതാ വസനാന്യഖിലാന്യനുഗ്രഹം
പുനരേവം ഗിരമപ്യതാമുദാ. പരിശുദ്ധകളും അങ്ങുമാത്രം ആശ്രയമായിട്ടുള്ളവരുമായ ആ ഗോപവനിതകൾ ജലത്തിൽ നിന്ന് കരക്കു കയറി കൈകൾ കൂപ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങവർക്ക് എല്ലാ വസ്ത്രങ്ങളും പിന്നെ സന്തോഷത്തോടുകൂടി ഒരു പ്രതിജ്ഞയും നൽകി. വിദിതം നനുവോ മനീഷിതം വദിതാരസ്തിഹ യോഗ്യമുത്തരം യമുനാപുളിനെ സചന്ദ്രിക ക്ഷണദായിത്യബലാസ്ത്വമൂജിവാൻ. ഹേ ഗോപിമാരെ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ നന്നായി അറിഞ്ഞിരിക്കുന്നു. യമുനയിലെ മണൽത്തിട്ടകളിൽ വെച്ച് നിലാവ് നിറഞ്ഞ രാത്രികൾ ഇക്കാര്യത്തിൽ തക്ക മറുപടി പറയും എന്നങ്ങ് ഗോപസ്ത്രീകളോട് പറഞ്ഞു. ഉപകർണ്യഭവൻ മുഖച്യുതം മധുനിഷ്യന്തീവജോ മൃഗീദൃശ പ്രണയാദൈ വീക്ഷ്യതേ വദനാബ്ജം ശനഗൈർഗൃഹം ഗദാ. ഹേ ഭഗവാനെ, അങ്ങയുടെ മുഖത്തു നിന്നും പുറപ്പെട്ട ആ തേനൂറുന്ന വാക്കുകൾ ശ്രവിച്ചവരായി ആ മൃഗലോചനകൾ പ്രണയപൂർവം അങ്ങയുടെ മുഖപത്മം കണ്ടുകണ്ട് സാവധാനത്തിൽ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഗമിച്ചു. ഇതിനന്വനുഗൃഹ്യ വല്ലവീർവിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാമേ സകലാമയാവലീം. ക്ലേശഹരനായ അല്ലയോ ഭഗവാനെ, ഇപ്രകാരം ഗോപിമാരെ അനുഗ്രഹിച്ച് അങ്ങ് പഴയ പോലെ തന്നെ വനാന്തർഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാരുണ്യത്താൽ ആർദ്രമായ ഹൃദയത്തോടുകൂടിയ ഭഗവാനെ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.